പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഈ സായന വേളയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാധ്വനി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ദൈവജനവുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ ലഭ്യമാക്കപ്പെട്ട ഈ അവസരത്തെ ഭാഗ്യമായി പദവിയായി അവിസ്മരണീയ നിമിഷമായി കണക്കാക്കുന്നു. കർത്താവിനുള്ള ബഹുമാനവും കുറിച്ചും അർപ്പിക്കുന്ന ഈ സായന വേളയിൽ ഈ മാധ്യമത്തിലൂടെ ഞങ്ങളെ സശ്രൂഷ വീക്ഷിക്കുകയും സശ്രദ്ധം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. എൻ്റെ പേര് ജോഷുവ രാജു. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിനടുത്ത് കലിശ്ശേരിയിൽ താമസിക്കുന്നു. ഈ മാധ്യമത്തിലൂടെ ഈ മാസം നാം ചിന്തിച്ചു വരുന്ന വേദഭാഗം കരുതുന്നവനായ ദൈവം എന്ന വിഷയത്തെ അധികരിച്ചുള്ളതാണല്ലോ. ആ ഭാഗത്ത് നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച് എൻ്റെ അനുഭവം കൂടെ ചേർത്ത് വെച്ച് വേഗത്തിൽ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അങ്ങയുടെ മേൽ ഇട്ടുകൊള്ളുവീൻ. ആ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്. ഇംഗ്ലീഷ് പരിഭാഷ ശ്രദ്ധിക്കുവാൻ കഴിയുന്നത് കാസ്റ്റിംഗ് all your care upon him for he cares for you. അവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ നാം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ആകുലങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, ദൈവത്തിന്റെ മേൽ ഇട്ടുകൊള്ളുക. അവിടുന്ന് നിങ്ങൾക്കായി പുലർത്തും, അവിടുന്ന് നിങ്ങളെ കരുതും എന്നുള്ളതാണ് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ നാം ഇംഗ്ലീഷ് പരിഭാഷയിൽ ശ്രദ്ധിച്ചത് കാസ്റ്റിംഗ് all your care upon him for he cares for you എന്നുള്ളതാണ്. നമ്മുടെ ഒരു ചിന്ത അല്ലെങ്കിൽ നാം ബാഹ്യമായി നാം ശ്രദ്ധിക്കുന്ന, നാം കാണുന്ന, നാം അറിയുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ചില ചിന്തകൾക്ക് മുമ്പിൽ നാം ഭാരപ്പെടുമ്പോൾ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാ ആകുലങ്ങൾക്കും അവിടുന്ന് പരിഹാരകനാണ്. ഒരു പക്ഷേ നമുക്ക് ചില ബാഹ്യമായ ചിന്തകൾ മാത്രമാണ് നമുക്ക് മുമ്പിൽ കാണുവാൻ നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നത് എങ്കിലും ആ ബാഹ്യമായ കാഴ്ചയ്ക്കപ്പുറമായി, അറിവിനപ്പുറമായി നാം ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുവാൻ ഇടയുണ്ടോ ആ സാഹചര്യങ്ങളെ എല്ലാം അറിഞ്ഞുകൊണ്ട് അവിടുന്ന് ആ സാഹചര്യങ്ങളെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി കരുതുന്നവനായി കൂടെയുണ്ടെന്നുള്ള ബോധ്യമാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ എല്ലാ വിചാരങ്ങളും, നിങ്ങളുടെ എല്ലാ വ്യാകുലങ്ങളും, നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും, നിങ്ങളുടെ എല്ലാ ആശങ്കകളും ഒരിക്കൽ എന്നേക്കുമായി അങ്ങയിൽ ഇടുക. കാരണം അവിടുന്ന് നിങ്ങളെ പരിപാലിക്കുന്നു. അഗാധമായ വാത്സല്യത്തോടെ നിങ്ങളെ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നുവെന്ന് മറ്റൊരു പരിഭാഷയിൽ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ഒരിക്കൽ കൂടി ഞാൻ ആ ഭാഗം ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ വിചാരങ്ങളും, എല്ലാ വ്യാകുലങ്ങളും, എല്ലാ ഉത്കണ്ഠകളും, എല്ലാ ആശങ്കകളും ഒരിക്കലായി എന്നേക്കുമായി അവിടുത്തെ സന്നിധിയിൽ അങ്ങിൽ ഇടുക. കാരണം അവിടുന്ന് നിങ്ങളെ പരിപാലിക്കുന്നു. അഗാധമായ വാത്സല്യത്തോടെ നിങ്ങളെ വളരെ ശ്രദ്ധാപൂർവമായി എല്ലായ്പ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ നമ്മുടെ ആകുലതകൾക്ക്, നമ്മുടെ ആശങ്കകൾക്ക്, നമ്മുടെ ഉത്കണ്ഠകൾക്ക് സാധ്യത തെല്ലുമില്ല. നമുക്ക് വേണ്ടി കരുതുന്നവനായ, നമ്മെ അറിയുന്നവനായ ഒരു കർത്താവ് നമുക്ക് ഉന്നതങ്ങളിൽ ഉണ്ട്. നാം പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുമ്പോൾ 5 അറിവുകളെ പറ്റി നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. 1 കേട്ടറിവ്, 2 കണ്ടറിവ്, 3 അടുത്തറിവ്, 4 അനുഭവിച്ചറിവ്, 5 ഉള്ളതുപോലെ ഉള്ള അറിവ്. 4 അറിവുകളും പലർക്ക് നമ്മെ കുറിച്ച് ഉള്ള അറിവുകളാണ്. അവ കൂടുതൽ അടുത്തിടപെടുന്നത് കൊണ്ട്, നമ്മളെ കുറിച്ച് കേൾക്കുന്നത് കൊണ്ട്, എന്നെ കുറിച്ച് കേട്ടത് മൂലം ബെൻസൺ പാസ്റ്റർ എന്നെ ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മറ്റൊരാള് എന്നെ കുറിച്ച് കണ്ട് മനസ്സിലാക്കിയതനുസരണമായി തന്നോട് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലെങ്കിൽ
വേറൊരു വ്യക്തി എന്നെക്കുറിച്ച് അടുത്ത് അറിയുന്ന ഒരു വ്യക്തിക്ക് എന്നെക്കുറിച്ച് അറിയാവുന്ന ഒരു അറിവുണ്ട്. എന്നോട് കൂടെ എപ്പോഴും ചരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്നെക്കുറിച്ച് അനുഭവത്തിലൂടെ അറിയാവുന്ന ഒരു അറിവുണ്ട്. എന്നാൽ അഞ്ചാമതായി ഈ അറിവുകൾക്കെല്ലാം അപ്പുറമായി നമ്മെ ഉള്ളതുപോലെ അറിയുവാൻ കഴിയുന്നത് മറ്റാർക്കുമല്ല. നമ്മുടെ മാതാവിനറിയുവാൻ കഴിയുന്നതിനേക്കാൾ, പിതാവിനറിയുവാൻ കഴിയുന്നതിനേക്കാൾ, സഹോദരങ്ങൾക്ക്, മറ്റ് കൂട്ട് യാത്രക്കാർക്ക് ആർക്കറിയുവാൻ കഴിയുന്നതിനേക്കാൾ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അവിടുന്ന് അത് നമ്മുടെ കർത്താവാണ്. അവിടുന്ന് രാജാതി രാജാവാണ്. നമ്മെ എല്ലായ്പ്പോഴും സഹായിപ്പാൻ നമ്മോട് കൂടെ ഇരിക്കുന്ന നല്ല മകനായി, മകളായി നമ്മെ ശിക്ഷണത്തിലൂടെ അവിടുത്തെ പാതയിൽ ചേർന്നെത്തുന്ന ഒരു കർത്താവിന്റെ ഇടപെടലുകളെയാണ് ഞാൻ ഇന്ന് പകലിൽ നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അവിടുന്ന് നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അങ്ങയുടെ മേൽ ഇട്ടുകൊള്ളുക. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, കേട്ടറിവിലും കണ്ടറിവിലും പ്രസംഗിച്ചാൽ അത് വാക്കുകളുടെ പ്രകടനമായി മാത്രം ഇരിക്കുമ്പോൾ ഞാൻ ദൈവവചനം ഈ പകലിലും പ്രസംഗിക്കുന്നത് കേട്ടറിവിലല്ല, കണ്ടറിവിലല്ല, അടുത്തറിവിലല്ല, അനുഭവിച്ചറിവിൽ ദിനത്തോറും അനുഭവിച്ചറിയുന്ന ഒരു അടുത്തറിവിൽ കർത്താവിനെ എന്നെ ഉള്ളതുപോലെ അറിഞ്ഞിട്ടുള്ള, എനിക്ക് വേണ്ടി എന്റെ ദിനേനയുള്ള ആവശ്യങ്ങളെ, മറ്റാരോടും എനിക്ക് തുറന്നു പറയാൻ കഴിയാത്ത വ്യസനങ്ങളെ അറിഞ്ഞ് എനിക്ക് വേണ്ടി ദിനേന അല്ല നിമിഷേന എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ഇടപെടലുകളെ ഓരോ ദിവസവും ഓരോ നിമിഷവും അടുത്ത് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയും, കേട്ടറിവിലും കണ്ടറിവിലും പ്രസംഗിച്ചാൽ പലപ്പോഴും വാക്കുകളുടെ പ്രകടനമായി മാത്രം ഇരിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് കർത്താവിനെ നിമിഷം തോറും അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടാണ്. ജീവിതത്തിന്റെ ദുസ്സഹമായ സാഹചര്യങ്ങളിൽ ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത വ്യത്യസ്തമായ അവസരങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴും ഉള്ളതുപോലെ മനസ്സിലാക്കി അറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇടപെടുന്ന കർത്താവിന്റെ ഇടപെടലുകളെയാണ്. അതുകൊണ്ടാണ് പ്രാരംഭം മുതൽ അർപ്പിക്കുന്നത്, അവിടുന്ന് നിങ്ങൾക്കായി, നിങ്ങൾക്ക് ഒരാകുലതയെ കുറിച്ച് അല്ലെങ്കിൽ ബാഹ്യമായ നിങ്ങളുടെ ചിന്തയിൽ വരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചയിലും കേൾവിയിലും വരുന്ന ബാഹ്യമായ ചില ചിന്തകൾ നിങ്ങൾക്ക് ആകുലതയ്ക്ക് വിഷയീഭവിക്കുമ്പോൾ നിങ്ങളുടെ അദൃശ്യ മേഖലയിൽ നിങ്ങൾക്കുണ്ടാകുവാനിടയുള്ള പ്രശ്നങ്ങളെ പോലും മുൻകണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവിന്റെ ഇടപെടലുകളെയാണ് ഞാൻ ഈ പകലിൽ പ്രസംഗിക്കുന്നത്. ഒരു പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നത് പോലെ ദൈവം നമ്മെ കുറിച്ച് ചിന്തിക്കുകയും നമുക്കായി പദ്ധതി ഒരുക്കുകയും ചെയ്യുന്നു. വ്യാകുലരാകുമ്പോൾ നാം സ്വയം ദുഃഖാർത്ഥരാകുകയും ദൈവത്തെ അപമാനിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സകല ചിന്താകുലകളും ദൈവത്തിന്റെ മേൽ ഇട്ടുകൊള്ളുക, അങ്ങയുടെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ ജ്ഞാനത്തിലും അധികാരത്തിലും നന്മയ്ക്കും ഒത്തവണ്ണം ആ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മുടെ സകല ചിന്താകുലങ്ങളും അങ്ങയുടെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ ജ്ഞാനത്തിനും അധികാരത്തിനും നന്മയ്ക്കും ഒത്തവണ്ണം അക്കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് അവയെ പരിപൂർണമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് അത് അങ്ങനെ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. അതാണ് പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലരും. ഒരു പിതാവ് മക്കൾക്ക് വേണ്ടി കരുതുന്നത് എങ്ങനെയാണ്? മക്കൾ പറഞ്ഞിട്ടല്ല, മക്കളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടല്ല, മറിച്ച് മക്കൾക്ക് ഭാവിക്ക് വേണ്ടി ആവശ്യമുള്ളത് തന്നെ, ആവശ്യമുള്ള കാര്യങ്ങൾ പോലും പിതാവ് മുൻകണ്ട് അറിഞ്ഞു ചെയ്യുന്നത് പോലെ, ഞാൻ പ്രാരംഭം മുതൽ അർപ്പിക്കുന്നത് പോലെ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നമ്മുടെ ബാഹ്യമായ നാം കാണുന്ന ചില ചിന്തകൾ മാത്രമല്ല, നമ്മുടെ ആന്തരികമായ അല്ലെങ്കിൽ അദൃശ്യമായ മേഖലയിൽ നമ്മുടെ ആവശ്യങ്ങൾ പോലും അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ചിന്തകളും ആകുലങ്ങളും കൊണ്ടുവരുവാൻ നമുക്ക്
കഴിയണം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവന് എന്തുമാത്രം. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നുവെന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിടാത്ത, സകലത്തെയും കീഴ്പ്പെടുത്തിയ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ, ഭാരങ്ങളെ കൊണ്ടുവരുവാൻ തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒത്തിരി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒത്തിരി കരുതലിന്റെ അനുഭവങ്ങളെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ഗിലെയാദിലെ തിശ്ബനായ ഏലിയാവിനെ പറ്റി നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ഏലിയാവ് ആഹാബിൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവശബ്ദത്തിനനുസരണമായി ആഹാബിനോട് ചെന്ന് പറയുകയാണ്, ഞാൻ സേവിച്ചു വരുന്ന ഇസ്രായേൽ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ അത് ഏലിയാവിനും കൂടി ബാധകമാണെന്ന് ഓർക്കണം. ദൈവശബ്ദത്തിൽ നിന്ന് കേട്ട ഏലിയാവാണ് ആഹാബിനോട് ചെന്ന് ആ ദൈവശബ്ദത്തെ ഓർപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. അത് കഴിഞ്ഞിട്ട് പറയുന്ന ഭാഗമൊക്കെ നമുക്ക് വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന ഓരോരുത്തർക്കും വളരെ ബോധ്യം ഉള്ളതാണ്. അതിനുശേഷമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും, പിന്നെ യഹോവയുടെ അരുളപ്പാട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പിന്നെ യഹോവയുടെ അരുളപ്പാട് ഏലിയാവിനുണ്ടായതെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. കാക്ക പിടിച്ചു പറിച്ച് മനുഷ്യന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ ചരിത്രമേ ഉള്ളൂ. കാക്ക ആർക്കും കൊടുത്ത ചരിത്രം ഒരു ഉലക ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവിടെ വ്യത്യസ്തമായ പ്രകൃതിയെ പോലും നിയന്ത്രിക്കുവാൻ കഴിയുന്ന ദൈവം ഏലിയാവിനോട് സംസാരിക്കുകയാണ്. ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുകയാണ്, തോട്ടിനരികിൽ താമസിക്കുമ്പോൾ ആ തോട്ടിൽ നിന്ന് നീ കുടിക്കണം. എന്നാൽ നിനക്ക് ഭക്ഷണത്തിനുള്ള വകുപ്പ് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ കാക്ക നിനക്ക് കൊണ്ടുതരുമെന്ന് ഏലിയാവിനോട് പറഞ്ഞ് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഏലിയാവ് പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാൻ കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു കാണുവാനായിട്ട് കഴിയും. പാർത്തു എന്ന് മാത്രമല്ല, അവിടെ പാർക്കുന്നതിന് മുമ്പേ ആഹാബിനോട് ചെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 6-ാം വാക്യത്തിൽ കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്തെ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. അങ്ങനെ കാക്ക ഏലിയാവിനുള്ള പാഴ്സലുമായിട്ട് രാവിലെയും വൈകിട്ടും വന്നുപോയി. ഹോട്ടലിൽ താമസിക്കുമ്പോൾ VIP-കളൊക്കെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ്, മെനു ഹോട്ടലിലെ ആ സ്റ്റാഫിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ സ്റ്റാഫ് സമയത്ത് വന്ന് ആ VIP-ക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കുന്നത് പോലെ ഇവിടെ കാക്ക വരികയാണ്. രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയുമായിട്ട് ഭക്തന് വേണ്ടി. ഭക്തനോട് ദൈവശബ്ദം പറഞ്ഞത് ദൈവമാണ്, നീ ഈ ആഹാബിനോട് ചെന്ന് പറ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ആ ദൈവശബ്ദത്തെ അനുസരിക്കുവാൻ തയ്യാറായ ഏലിയാവിന് വേണ്ടി ദൈവിക കരുതൽ വെളിപ്പെടുകയാണ്. ഏലിയാവിന് അറിയുകയില്ല എന്ത് സംഭവിക്കും നാളെ എന്നുള്ളത്. അതിന് ശേഷമാണ് ഏലിയാവിനോട് കൽപ്പിക്കുന്നത്. ഞാൻ ഏലിയാവിനോട് പറയുന്നത്, ഞാൻ കാക്കയോട് നിനക്ക് വേണ്ടി ഉള്ള കരുതലിനെ പറ്റി കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഓർപ്പിക്കുന്നു. അവിടെയും തീർന്നില്ല. മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ ദൈവത്തിന്റെ ഏലിയാവിനെ കുറിച്ചുള്ള ആ ബോധ്യം അവിടുത്തെ കഴിഞ്ഞപ്പോൾ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്, എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി.
പോയി, തോട് വറ്റിപ്പോയി. 8-ാം വാക്യത്തിൽ അപ്പോൾ അവൻ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് സീദോന് ചേർന്ന സാരെഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ആദ്യം നാം കണ്ടത് കാക്കയെ കൊണ്ട് പുലർത്തുന്നതാണ് കണ്ടത്. എന്നാൽ ഇവിടെ രണ്ടാമതായി കാണുന്നു ഒരു വിധവയോട്. മറ്റ് വിധവയല്ലാത്ത സ്ത്രീകൾ ഒത്തിരി അവിടെ ഉണ്ടായിരുന്നു. അവിടേക്കൊന്നും ഏലിയാവിനെ വിട്ടില്ല. മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന വിധവയുടെ അടുക്കൽ എന്തുണ്ട്? അവളും മകനും കൂടെ ഉള്ളത് കഴിച്ചിട്ട് മരിക്കാനിരിക്കുന്ന സമയത്താണ് വിധവയുടെ അടുക്കലേക്ക് ഏലിയാവിനെ പറഞ്ഞു വിടുന്നത്. മനുഷ്യർക്ക് നോക്കുമ്പോൾ അസാധ്യമാണ്, മനുഷ്യർക്ക് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ തോന്നിയേക്കാം. എന്നാൽ വിധവയെ അവിടേക്ക് വിടുമ്പോൾ ദൈവം ഏലിയാവിനുള്ള കരുതലുകളെ അവിടെ ലഭ്യമാക്കി. ഏലിയാവിന് മാത്രമല്ല, ആ വിധവയ്ക്ക് മാത്രമല്ല, വിധവയ്ക്ക് പിന്നീട് അഹോവൃത്തി കഴിയുവാനുള്ളതും കൂടി ദൈവം അവിടെ ലഭ്യമാക്കിയത് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ നമ്മെ കരുതുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഈ പകലിലും ഞാൻ ഓർപ്പിക്കപ്പെടുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ഭാഗം അത്രയും പറഞ്ഞ് എന്റെ മുകളിലുള്ള സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ വാക്കുകളെ പരിമിതപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ദുർദ്രഹ്മ പണത്തെ കൊടുത്ത് പത്രോസിനെ പോഷിപ്പിച്ചത് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. 17-ാമത്തെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളിൽ അവർ കവർന്നഭൂമിയിലെത്തിയാറെ ദുർദ്രഹ്മ പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്ന്, നിങ്ങളുടെ ഗുരു ദുർദ്രഹ്മ പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ്വ് എന്നവൻ പറഞ്ഞു. 25-ാം വാക്യം, അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോ അന്യന്മാരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യന്മാരോട് എന്നവൻ പറഞ്ഞു. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നത്, മത്സ്യക്കടലിലേക്ക് ചെല്ലുക, മത്സ്യത്തെ ചൂണ്ടയിട്ട് പിടിക്കുമ്പോൾ അവിടെ എനിക്കും നിനക്കും വേണ്ടിയുള്ള കരുതലുകളെ ഞാൻ ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് ഓർപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ നമ്മെ കരുതുന്ന, നമ്മെ അറിയുന്ന, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മെ ഉള്ളതുപോലെ അറിയുന്നൊരു കർത്താവ് നമുക്കായി ജീവിക്കുകയാണ്. നമ്മെ അടുത്തറിയുന്നതല്ല, കേട്ടറിയുന്നതല്ല, കണ്ടറിയുന്നതല്ല, അനുഭവിച്ചറിയുന്നതല്ല, നമ്മെ ഉള്ളതുപോലെ നാം ആരാണ്, നാം എന്താണ്, നമ്മുടെ സാഹചര്യം ഇന്നിന്റെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കയറ്റി പറയുന്നു. ഈ നിമിഷത്തിന്റെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിന്റെ നമ്മുടെ സാഹചര്യം എന്താണ്, നമ്മുടെ അവസ്ഥകൾ എന്താണ്, നമ്മുടെ വേദനകൾ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് തന്നെ വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, നമുക്ക് 6-ാം അധ്യായത്തിന് 25 മുതൽ 34 വരെയുള്ള 10 വാക്യങ്ങളിലായിട്ട് 5 പ്രാവശ്യം ഓർപ്പിക്കുകയാണ്, വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് നീട്ടുവാനോ നിങ്ങളുടെ നിങ്ങളുടെ അളവിനെ നീട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുകയില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് അവിടെ പറഞ്ഞു ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ എന്ന് ഓർപ്പിക്കുന്നു. വിചാരപ്പെടുന്നതിനാൽ നിന്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയുമെന്ന് ഓർപ്പിക്കുന്നു. വിചാരപ്പെടുന്നത് കൊണ്ട് തന്നെ നീളത്തോട് 1 മുഴം കൂട്ടുവാനോ 1 മുഴം കുറയ്ക്കുവാനോ ആർക്കും കഴിയാതിരിക്കുമ്പോൾ പല കാര്യങ്ങളെ ഓർപ്പിച്ചു വന്നിട്ട് കർത്താവ് ഓർപ്പിക്കുകയാണ്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് കണ്ട് നിങ്ങൾ ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത് എന്നോർപ്പിച്ചിട്ട് പറയുകയാണ്, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ
ശരീരവും വലുതാകിക്കൊണ്ട് നിങ്ങൾ ആകാശത്തിലെ പറവുകളെ നോക്ക്. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുഴയിൽ കൂട്ടിവെക്കുന്നുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരാണ്. അതുകൊണ്ട് വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നിങ്ങൾക്ക് കഴിയില്ല. ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമരയെ എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിനും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓർപ്പിക്കുന്നു. ശരീരത്തെ കുറിച്ച് വിചാരപ്പെടുന്നു ഓർപ്പിച്ചിട്ട് അടുത്ത് പറയുന്നു, ഉടുപ്പിനെ കുറിച്ചും വിചാരപ്പെടരുത്. വയലിലെ താമരയെ നോക്കുക, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അത് ശലോമോൻ പോലും തന്റെ മഹത്വത്തിൽ ഇവയൊന്നിനോളം ചമഞ്ഞിരുന്നില്ല. ശലോമോന്റെ മഹത്വത്തോളം ഒന്നും ചമയാത്ത നിലയിൽ ആ താമരയെ ചമയിച്ച് ദൈവത്തിന് നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നവയെന്ന് നല്ലവണ്ണം അറിയാവുന്ന, ഇന്നവയെന്ന് നിങ്ങളെക്കാൾ മുന്നമേ നന്നായി അറിയുന്ന ഒരുവന്റെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് 31-ാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതിയെന്ന് ഓർപ്പിക്കുന്നു. 10 വാക്യങ്ങളിലായി 5-6 തവണ വിചാരപ്പെടുന്നതിനെ പറ്റി, വിചാരപ്പെടാതിരിക്കുന്നതിനെ പറ്റി നമ്മളെ ആർപ്പിച്ചുണർത്തുന്ന നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടെന്നാൽ ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം എന്ന് ഓർപ്പിച്ചിട്ട് പറയുകയാണ് 33-ാം വാക്യത്തിൽ, മുമ്പേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും സകലവും നല്ല പറഞ്ഞിരിക്കുന്നത്, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും, നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാക്കുവാൻ കഴിയുന്ന ഒരുവെങ്കിലാണ് നിങ്ങൾ ആശ്രയിച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡു നോട്ട് ബി ആൻഷ്യസ് അബൌട്ട് നത്തിങ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഫിലിപ്പിയർ ലേഖനം 4-ാം വാക്യം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. ഫിലിപ്പിയർ 4:19 കാണുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. വയലിലെ താമരയെ ചമയിക്കുന്ന മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന, ആകാശത്തിലെ പറവുകളെ പുലർത്തുന്ന, കാശിന് 2 കുരികിലിനെ വിൽക്കുന്നു, അവയെ സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിങ്ങളെയും പരിപാലിക്കുവാൻ കഴിയും, നിങ്ങളെയും അറിയുവാൻ കഴിയും. ഞാൻ എന്റെ എല്ലാ സന്ദേശത്തിലും ഉൾപ്പെടുത്താറുള്ള ഒരു വേദഭാഗം കൂടി അർപ്പിച്ച് ഞാൻ ആ ഭാഗം വിടുവാൻ താല്പര്യപ്പെടുകയാണ്. 94 സങ്കീർത്തനത്തിന്റെ 19-ാം വാക്യം അവിടെ കാണുന്നു, എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ ദൈവത്തിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എന്റെ ഉള്ളിലെ വിചാരങ്ങൾ എന്താണെന്ന് കേൾവിക്കാരായ നിങ്ങൾക്കാർക്കും അറിയാതിരിക്കുമ്പോൾ, കേൾവിക്കാരായ നിങ്ങളുടെ ഉള്ളിലെ വിചാരങ്ങൾ എന്താണെന്നോ എങ്ങനെയെന്നോ നാളെക്കുറിച്ച് ആകുലതയുടെ ബഹുത്വമോ എനിക്ക് തിരിച്ചറിയുവാൻ കഴിയാതിരിക്കുമ്പോൾ, എന്റെയും നിങ്ങളുടെയും ഉള്ളിലെ വിചാരങ്ങളെ മാത്രമല്ല അതിന്റെ ബഹുത്വത്തെയും തിരിച്ചറിഞ്ഞ് പ്രാണനെ തണുപ്പിക്കുന്ന, ആശ്വാസം നൽകിത്തരുന്ന പ്രാണസ്നേഹിതൻ എന്റെ ശ്വാസത്തെക്കാൾ, നിങ്ങളുടെ ശ്വാസത്തെക്കാൾ സമീപമായി നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് എല്ലാ വിചാരങ്ങളും, എല്ലാ ആകുലതകളും, നാളെയെ കുറിച്ചുള്ള ആശങ്കകളും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് ചലിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. 138 സങ്കീർത്തനത്തിൽ 7-ാം വാക്യത്തിൽ കാണുന്നു, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നോട് കൂടെ എന്നെ ജീവിപ്പിക്കും എന്ന് ഓർപ്പിക്കുന്ന കാണുവാനായിട്ട് കഴിയും. 23-ാം സങ്കീർത്തനത്തിൽ 4-ാം വാക്യത്തിൽ കാണുന്നു, കൂഴികൾ താഴ്വയിൽ കൂടി നടന്നാലും
ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എന്നോട് കൂടെ ഇരിക്കുന്ന, എന്നെ ജീവിപ്പിക്കുന്ന കഷ്ടതകളും വേദനകളും ഇല്ലെന്നല്ല ക്രിസ്തീയ ജീവിതം. പട്ടുമെത്തയല്ല ക്രിസ്തീയ ജീവിതം. കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ദിനേന നിമിഷേന ജീവിതയാത്രയിൽ ജീവിതായോധനത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. എന്നാൽ അവിടെയൊക്കെ മുമ്പേ പറഞ്ഞതുപോലെ പ്രാണനെ തണുപ്പിക്കുന്ന, ആശ്വാസം നൽകി തരുന്ന പ്രാണസ്നേഹിതൻ, അപ്പനേക്കാൾ അമ്മയേക്കാൾ സഹോദരങ്ങളെക്കാൾ കൂട്ട് യാത്രക്കാരേക്കാൾ നമ്മെ അറിയുന്ന, കരുതുന്ന, സ്നേഹിക്കുന്ന, നമ്മെ മാറോടണയ്ക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ ലോകത്തിലുള്ള ആരായിരുന്നാലും അവർ ശവക്കുഴി കൊണ്ട് അവസാനിക്കുമ്പോൾ, ശവക്കുഴി കൊണ്ട് അവസാനിക്കാത്ത നിത്യത മുതൽ നിത്യത വരെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ചേർത്ത് നിർത്തുന്ന കർത്താവിന് ഈ ലോകത്തിലുള്ള താൽക്കാലികമായ എന്തെങ്കിലും നേട്ടങ്ങൾ നമുക്ക് നൽകിത്തന്ന് നമ്മൾ അവസാനിപ്പിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ നിത്യത നാം പ്രാപിക്കണം എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അതിൽ ആകുലപ്പെടുന്നവരായിട്ടല്ല, നമ്മെ കരുതുന്നൊരു കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ, നമ്മുടെ നിത്യതയാണ് എല്ലാറ്റിലും എല്ലാമായി വലുതെന്നുള്ള ബോധ്യത്തിൽ നിത്യതയെ സൂക്ഷിക്കുവാൻ, നിത്യത പ്രാപിക്കുന്നതിന് മുൻഗണന നൽകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം. കർത്താവെ, എന്റെ ജീവിതത്തിൽ നിത്യതയെ പ്രാപിക്കുന്നതിന്, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നതിന്, ഇനിയും ലോകത്തിൽ ഇനി സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം കോവിഡോ വെള്ളപ്പൊക്കമോ മറ്റ് ഇതര മഹാമാരികളോ സംഭവങ്ങളോ അല്ല. പ്രത്യുത കർത്താവിന്റെ മേഘത്തിലെ മടങ്ങി വരവാണ്. ആ മടങ്ങി വരവിൽ ആഹരിക്കാരനായി തീരുവാൻ, ആഹരിക്കാരിയായി തീരുവാൻ ഈ കേൾക്കുന്ന സന്ദേശം മുഖാന്തരമായി തീരണം. നാം നമ്മുടെ ഉപജീവന ചിന്തകളാലും പാലപ്പെട്ട് ആ ദിവസം നമുക്ക് കെണി പോലെ വരുവാൻ ഇടയാകരുത്. നമുക്ക് ആവശ്യമുള്ളത് അറിയുന്ന, നമ്മെ കരുതുന്ന ഒരു കർത്താവ് നമുക്ക് ഉന്നതങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് കർത്താവിനോട് ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. കർത്താവേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ. അനിത്യതയിലേക്കുള്ള പ്രയാണത്തിൽ യാത്രയിലായിരിക്കുന്ന യാത്രക്കാരനായ എനിക്ക് നിത്യതയെ പ്രാപിക്കുന്നതിന് വിഘ്നം വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെന്നെ ബോധ്യപ്പെടുത്തി അത് നീക്കി നിത്യതയെ ലക്ഷ്യമാക്കി, പ്രധാന ലക്ഷ്യം, ആത്യന്തിക ലക്ഷ്യം നിത്യതയാണെന്നുള്ള ബോധ്യത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ എനിക്ക് ഇട നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രയാണം തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, വയലിലെ താമരയെ ചമയിക്കുന്ന മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം നൽകുന്ന, ആകാശത്തിലെ പറവകളെ പുലർത്തുന്ന, കാശിന് 2 കുരികിലിനെ വിൽക്കുന്നു, അവയെ സംരക്ഷിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ബാഹ്യമായ നാം അറിയുന്ന ആവശ്യങ്ങളെയല്ല, നാളുകളിൽ നമുക്ക് ആവശ്യമുള്ള ആവശ്യങ്ങളെ കൂടി ഇന്ന് മനസ്സിലാക്കി ഇന്ന് തന്നെ നാളേക്കുമുള്ള കരുതലുകളെ അർപ്പിക്കുന്ന ഏലിയാവിനോട് പറഞ്ഞ ഭാഗം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഏലിയാവിനോട് പറഞ്ഞു, നീ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറയണം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. അപ്പോൾ തന്നെ ദൈവം തന്റെ കാര്യങ്ങളെ സെറ്റ് ചെയ്തു. കാക്കയോട് കൽപ്പിച്ചു, അതുപോലെ തന്നെ വിധവയോട് കൽപ്പിച്ചു. ഞാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന വാക്കാണ് അവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപേ, ആ പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുൻപേ ദൈവം കൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇന്ന് നമ്മുടെ ചില ആകുലതകളെ കാണുമ്പോൾ ഭാരവും വേദനവും തോന്നിയാലും നമ്മുടെ ഇന്നത്തെ ആകുലതയ്ക്ക്, നാളെ ഉണ്ടാകുവാനിടയുള്ള ആകുലതയ്ക്ക് ഇന്നേ പരിഹാരം കണ്ട മറുപടി ഒരുക്കിയ ഒരു കർത്താവിനെയാണ് പ്രസംഗിക്കുന്നത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കേട്ടറിവിലും കണ്ടറിവിലുമല്ല, ദിനം തോറുമുള്ള അനുഭവിച്ചറിവിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എന്റെ അനുഭവം പങ്കുവയ്ക്കുകയാണെങ്കിൽ, വളരുന്ന കുഞ്ഞിന്റെ സ്പൈനൽ കോഡ് ശരിയായി വികസിപ്പിക്കുന്നതിൽ പരാജയം സംഭവിക്കുന്ന മെനിഞ്ചോസ് എന്ന രോഗത്താലാണ് ഞാൻ ജനിക്കപ്പെട്ടത്. ജനിക്കപ്പെടുമ്പോൾ എന്റെ പുറത്ത് തക്കാളിപ്പഴം പോലെ
പോലെ പതുങ്ങുന്ന ഒരു മുഴയുണ്ടായിരുന്നു. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശാനുസരണം ആ മുഴ സർജറി ചെയ്യുവാനായി ഇടയായി തീർന്നു. ആ സർജറിക്ക് ശേഷമായി തൽഫലമായി എൻ്റെ അരയ്ക്ക് താഴേക്ക് കംപ്ലീറ്റ് പാരലൈസ് ആകുവാനായിട്ട്, തളർന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. സർജറിയുടെ പരിണിത ഫലമെന്ന വണ്ണം നട്ടിൽ നിന്നുള്ള ഫ്ലൂയിഡ് തലച്ചോറിലേക്ക് പമ്പ് ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. ഹൈഡ്രോസെഫാലസ് എന്ന ഒരു രോഗത്തിന് കൂടി അടിമയാകുവാനായിട്ട് ഇടയായി. തല വളരുന്ന ഒരു പ്രത്യേകമായ രോഗമാണ്. നട്ടിൽ നിന്നുള്ള ഫ്ലൂയിഡ് തലച്ചോറിലേക്ക് പമ്പ് ചെയ്തതിന് തൽഫലമായി ഉണ്ടായ രോഗമാണ്. തന്മൂലം തല വളരുവാൻ ഇടയായി ആരംഭിച്ചു. 1.5 മാസം പ്രായമുള്ളപ്പോൾ ഈ ഫ്ലൂയിഡ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഷണ്ട് ചെയ്യുവാൻ ഇടയായി. തലയിൽ നിന്ന് വെൻട്രിക്കിൾ വഴി വയറ്റിലേക്ക് ട്യൂബ് ഘടിപ്പിച്ച് ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്ത് കളയുന്ന പ്രക്രിയയാണ് ഷണ്ട് എന്നുള്ളത്. അത് ഒരു സൈഡ് ചെയ്ത് ഇൻഫെക്ഷൻ ആകുമ്പോൾ അടുത്ത സൈഡിലേക്ക് മാറ്റിയിടണം. അങ്ങനെ മാറ്റിയിട്ട് കുറെ കാലം ഇങ്ങനെ മുമ്പോട്ട് പോകണം. അതിനുശേഷം കുറെ അധിക കാലം ഒന്നും മുന്നോട്ട് പോകില്ല. അതിനു മുന്നേ ആള് മരിച്ചു പോകും, ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. എന്നാൽ അനുഗ്രഹത്തിനായി ദൈവദാസന്റെ പ്രാർത്ഥനയാൽ കർത്താവിന്റെ തലയുടെ വളർച്ചയെ പൂർണ്ണമായി സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശാനുസരണം ഈ ട്യൂബ് ഒരിക്കലും മാറ്റുവാൻ പാടില്ല. ഈ ട്യൂബ് ഇട്ടിരിക്കുമ്പോൾ ഒരു വിധത്തിലും തലയ്ക്ക് ക്ഷതം സംഭവിക്കുവാൻ ഇടയുള്ളതല്ല. എന്നാൽ ഒരു ദിവസം എന്നെ കട്ടിൽ കിടത്തിയിട്ട് എൻ്റെ മാതാവും എൻ്റെ വലിയമ്മച്ചിയും രണ്ടിടത്തേക്ക് പോയി. ഒരിക്കലും ആ ബെഡിൽ കിടത്തരുത്, ആളെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നുള്ള ബോധ്യമാണ് ഡോക്ടേഴ്സ് നൽകിയിരിക്കുന്നത്. എന്നാൽ അന്ന് ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം, ആ വാക്ക് ഞാൻ അടിവരയിട്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം ചില സംഭവങ്ങളിലൂടെ നമ്മെ കടത്തി വിട്ടുവെങ്കിൽ മാത്രമേ ദൈവത്തിന് ഇതിനകത്തൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് പിന്നീട് ബോധ്യമുണ്ടാകുകയുള്ളൂ. ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം എന്നെ വീട്ടിൽ കിടത്തിയിട്ട് പോയി. അന്ന് അല്പനേരത്തിനുള്ളിൽ ഞാൻ താഴേക്ക് വീഴുവാനായിട്ടിടയായത്. താഴേക്ക് വീണ സമയത്ത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിറ്റേ ദിവസം അർദ്ധരാത്രി ആയപ്പോഴേക്കും ഫിക്സ് വരുവാനായിട്ടിടയായി തീർന്നു. ഈ ഫിക്സ് വരാതിരിക്കാൻ വേണ്ടിയാണ് മെഡിസിൻ നിർത്തരുത് എന്നൊക്കെ ഓർപ്പിക്കുന്നത്. എന്നാൽ പ്രാർത്ഥനയാൽ മെഡിസിൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. മെഡിസിൻ എടുക്കുകയും മാനസിക വൈകല്യങ്ങൾ മെഡിസിന്റെ സൈഡ് എഫക്റ്റ് മൂലം മാനസിക വൈകല്യങ്ങൾ പ്രകടമാക്കുവാൻ ഇടയുണ്ടെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു. അതുകൊണ്ട് മെഡിസിൻ എടുക്കുകയും മാനസിക വൈകല്യങ്ങൾ പ്രകടമാക്കുകയും എന്നത് കാണാൻ കഴിയാത്തതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മെഡിസിൻ പൂർണ്ണമായി ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ഇടയായി തീർന്നു. തന്മൂലമാണ് ഈ ഫിക്സ് വരുവാനായിട്ട് ഇടയായി തീർന്നത്. ആ സമയത്ത് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഹോസ്പിറ്റലിലേക്ക് എന്നെ ഓടിക്കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് നൽകിയ ഡോക്ടർ ഇങ്ങനെ പറയുവാനിടയായി, ആള് പോയി, ഇനി നിങ്ങളുടെ സംതൃപ്തിക്ക് വേണമെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ തിരുവല്ലയിലുള്ള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോകുന്ന വഴിയിൽ പകുതി വഴിയൊക്കെ ആയപ്പോഴേക്കും തികച്ചും നിർജീവമായ നിശ്ചലമായ ശരീരവുമായി എൻ്റെ പ്രിയപ്പെട്ടവർ ഞാനുമായി മുന്നോട്ട് ഗമിക്കുവാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രതികൂലങ്ങൾ മാറുന്നതിന് മുമ്പേ അതിനു വേണ്ടിയുള്ള കരുതലുകളെ നൽകുന്ന ദൈവം. അപ്പോൾ ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് 2 ആഴ്ച മുമ്പേ ഒരു ദൈവദാസിയിലൂടെ ദൈവശബ്ദം ഭവനത്തിൽ ഉള്ള പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. മരിക്കത്തക്ക പ്രയാസങ്ങൾ, രോഗങ്ങൾ ഉണ്ടാകും, എങ്കിലും മരിക്കില്ല. കർത്താവിന് അവനെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട് ഓർപ്പിക്കുക. ഈ ദൈവശബ്ദത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഈ ദൈവശബ്ദത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് മാനുഷിക ശബ്ദങ്ങളെ വകവയ്ക്കാതെ മുന്നോട്ട് പോയി. തികച്ചും നിർജീവമായ നിശ്ചലമായ ശരീരവുമായി യാത്ര ചെയ്ത് ഹോസ്പിറ്റലിന്റെ കട്ടിലിനെ കൊണ്ട് കിടത്തിയ മാത്രയിൽ തികച്ചും നിർജീവമായിരുന്നു, നിശ്ചലമായിരുന്ന എൻ്റെ 2 ശരീരത്തിൽ നിന്ന് 2 കൈകളും എടുത്ത് ചേർത്തടിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോയി. ഇൻഫെക്ഷനായ ഷണ്ട് റിമൂവ് ചെയ്തതിനു ശേഷം പുതുതായി ഷണ്ട് ഇടണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു. എന്നാൽ ആ നിർദ്ദേശം കേട്ടിട്ട് ചെയ്യാതെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് തീർന്നു. എന്നാൽ പ്രാർത്ഥനയാൽ എൻ്റെ തലയുടെ വളർച്ചയെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കുവാനായിട്ടിടയായി തീർന്നു. അതെ, എൻ്റെ ശരീരത്തിൽ പൂർണ്ണമായി ട്യൂബ് നീക്കം ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. അങ്ങനെ മുമ്പോട്ട് പോകും
യാത്രയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതയാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെ ഒന്നും വീണു പോകാതെ, അന്ന് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകാതെ, അല്ലെങ്കിൽ ജീവിതം അസ്തമിച്ചു പോകാതെ കർത്താവ് മുന്നോട്ട് നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ ഞാൻ സേവിക്കുന്ന ദൈവം എന്റെ സർവശക്തനായാലും സർവജ്ഞാനിയാകയാലും ആദിയിൽ തന്നെ അന്തം കാണുവാൻ കഴിയുന്നവനായകയാലും അവിടുത്തെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലാത്തതാകയാലും അങ്ങനെ കർത്താവിന്റെ പ്രവൃത്തി നിർബാധം തുടരുവാൻ ഇടയായി തീർന്നു. ഡോക്ടേഴ്സ് പലപ്പോഴും നമ്മെ പരിശോധിക്കുന്നത് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലും അവരുടെ പഠനത്തിന്റെ മികവിലും സ്ഥിരപരിചയത്തിന്റെ വെളിച്ചത്തിലുമാണ്. സ്ഥിരമായി പരിചയിച്ചു വരുന്ന മെഡിസിൻ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, സ്ഥിരമായി അവർ പഠിച്ചു വന്ന മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതല്ലാതെ ഒരു പേഷ്യന്റിന്, ഒരു രോഗിക്ക് വിടുതൽ ലഭ്യമാകുമെന്ന് ഒരു ഡോക്ടർക്കും പൂർണ്ണമായ ഉറപ്പില്ല. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ പലപ്പോഴും ഡോക്ടേഴ്സിന് മുമ്പിൽ നമ്മളൊരു പരീക്ഷണ വസ്തുവായി മാറുകയാണ്. ഡോക്ടേഴ്സ് ആരെങ്കിലും എന്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. എന്റെ ദൈവമാണ് സർവത്തിലും പരമാധികാരി, സർവജ്ഞാനി എന്ന് അടിയുറച്ച് സ്ഥാപിക്കുന്നതിന് വേണ്ടി, എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് എന്റെ വാക്കുകൾ പറയുന്നത്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും മുന്നോട്ട് കടന്നുപോയി. ചില ദിവസങ്ങൾ മാത്രം ജീവിക്കുന്ന വൈദ്യശാസ്ത്രം വിധി എഴുതിയ സ്ഥാനത്ത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 32 വയസ്സുണ്ട്. കഴിഞ്ഞ 31 വർഷക്കാലം അത്ഭുതകരമായി, അതിശയകരമായി കർത്താവ് നടത്തുവാനായിട്ടിടയായി തീർന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നതുപോലെ ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. പഠനത്തിനുള്ള സാഹചര്യങ്ങളിലായിരുന്നു. ഒരു കിടപ്പിൽ കിടക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കുവാൻ കഴിയും എന്ന കുറച്ചു കഴിഞ്ഞപ്പോൾ പടിപടിയായിട്ടുള്ള വിടുതലുകളെ, മാറ്റങ്ങളെ ദൈവം തരുവാനായിട്ടിടയായി തീർന്നു. കല്ലിശ്ശേരിയിൽ ഞങ്ങളുടെ സഭയിൽ കൂടി വരുന്ന പ്രിയപ്പെട്ടവരിലൂടെ തന്നെ എനിക്ക് വിദ്യാഭ്യാസത്തിനുള്ള ക്രമീകരണങ്ങളെ കർത്താവ് ചെയ്തു. LKG UKG പഠിക്കാതെ തന്നെ വിദ്യാഭ്യാസം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എന്റെ സൗകര്യാർത്ഥം നിലയിൽ നിന്ന് താഴ്ന്ന നിലയിലേക്ക് ക്ലാസ് കൊണ്ടു തന്നുകൊണ്ട് പഠനം പൂർത്തീകരിക്കുവാൻ കർത്താവ് സ്വത്ത് നൽകി. പിന്നെയും പഠനം നിർത്താം എന്നുള്ള ചിന്തയോടെ ആയിരിക്കുമ്പോൾ തിരുവല്ലയിലുള്ള സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എനിക്ക് പഠനത്തിനുള്ള കാര്യങ്ങളെ കർത്താവ് ക്രമീകരിച്ചു തരുവാനായിട്ടിടയായി തീർന്നു. ഇവിടെയൊക്കെ മുമ്പേ പ്രാരംഭം മുതൽ പറയുന്നത് പോലെ ദൈവിക കരുതലുകളെ ഞങ്ങൾക്ക് വ്യക്തതയോടുകൂടി മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ചെറുപ്രായത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ദൈവശബ്ദം എന്നോടുണ്ടായി, ഉന്നത വിദ്യാഭ്യാസം ഞാൻ നിനക്ക് തരും. അന്ന് ഞങ്ങൾക്ക് അത് അസാധ്യമായിരുന്നു, അപ്രാപ്യമായിരുന്നു. എന്നാൽ കർത്താവ് അവിടെ അത്ഭുതകരമായി നടത്തുവാനായി ഇടയായി തീർന്നു. തുടർന്ന് അവിടെ പഠനം നടത്താമെന്നുള്ള ചിന്തയോടെ ആയിരിക്കുമ്പോൾ ചെങ്ങന്നൂരിലുള്ള ശ്രീനാരായണ കോളേജിൽ നിന്ന് പഠനത്തിലുള്ള സൗകര്യങ്ങളെ എനിക്ക് ലഭ്യമാക്കി തരുവാനായി ഇടവന്നു. അങ്ങനെ ഈ 3 സ്ഥാപനങ്ങളിലും എന്റെ സൗകര്യാർത്ഥ ക്ലാസുകൾ താഴ്ന്ന നിലയിലേക്ക് കൊണ്ടുതന്ന് പഠനം വളരെ അനുഗ്രഹീതമായ നിലയിൽ പൂർത്തീകരിക്കുവാൻ കർത്താവ് നൽകി. എന്നാൽ പിന്നെയും കമ്പ്യൂട്ടർ പഠനം നടത്തുമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ സാഹചര്യം എനിക്ക് മുകളിൽ നിലയിലേക്ക് കയറിപ്പോകുവാനോ കമ്പ്യൂട്ടർ ഡിവൈസസ് താഴ്ന്ന നിലയിലേക്ക് കൊണ്ടുവരുവാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ആയിരുന്നു. തക്ക സമയമായപ്പോൾ ഒരു അധ്യാപകനെ എന്റെ ഭവനത്തിലേക്ക് അയച്ച്, ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം എന്റെ ഭവനത്തിലേക്ക് അയച്ച് എനിക്ക് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കി. ഒരു മകനെ ദൈവം തന്നാൽ ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ദൈവത്താൽ ലഭ്യപ്പെട്ട ഒരു മകനായിരുന്നു എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ. അവര് ദൈവത്തോട് തീരുമാനമെടുത്തു, ഒരു മകനെ ദൈവം തന്നാൽ അവനെ ദൈവത്തിന് വേണ്ടി കൊടുത്തോളാം. ജനിക്കപ്പെട്ട ശേഷം ലഭ്യമായപ്പോൾ വൈകല്യമുള്ള അംഗഹീനനായ ഒരു മകനെ ലഭിച്ചതിന് ശേഷമല്ല ഒരു തീരുമാനമെടുത്തത്, ലഭിക്കുന്നതിന് മുമ്പേ. എന്നാൽ കരങ്ങളിൽ വന്നപ്പോൾ അംഗഹീനനായ ഒരു മകനാണ് അവർക്ക് ലഭ്യമായത്. എന്നാൽ അവരോട് തളർന്നുപോയില്ല. അവനെ ആവും വിധം കർത്താവ് ഉപയോഗിക്കുവാൻ ഏതെല്ലാം വിധത്തിൽ അവിടുന്ന് ആഗ്രഹിക്കുന്നു, അവിടുന്ന് കാര്യങ്ങളെ ക്രമീകരിക്കുന്നു, അതിൻ വിധം
അവനെ ഉപയോഗിച്ചോളാം, കർത്താവിന് വേണ്ടി കൊടുത്തോളാം എന്നൊരു തീരുമാനത്തിലേക്ക് എൻ്റെ മാതാപിതാക്കൾ എത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. തൽഫലമായി ദൈവവചനം പഠിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു, പ്രാർത്ഥനയോടായിരുന്നെങ്കിലും ഈ പറഞ്ഞ സാഹചര്യങ്ങളൊന്നും ഇനി ദൂരേക്ക് പോകുവാനോ സമീപത്ത് ഒരു സ്ഥാപനം ഇല്ലാത്തതിനാലും പഠനത്തിനുള്ള കാര്യങ്ങൾ ലഭ്യമായില്ല. എന്നാൽ എൻ്റെ ഡിഗ്രി പഠനമെല്ലാം പൂർത്തീകരിച്ച് ഇരിക്കും വേളയിൽ മണക്കാല ഫെയ്ത്ത് സെമിനാരിയുടെ എക്സഷൻ പ്രോഗ്രാം കല്ലിശ്ശേരിയിൽ ആരംഭിക്കുവാനിടയായിത്തീർന്നു. 3 വർഷത്തെ ദൈവവചന പഠനം, ഡിഗ്രി പഠനം കല്ലിശ്ശേരിയിൽ നിന്ന് മണക്കാലയുടെ പ്രോഗ്രാം എനിക്ക് പൂർത്തീകരിക്കുവാൻ കർത്താവ് ഭാഗ്യം നൽകി. കർത്താവ് അയക്കുന്ന ഇടങ്ങളിലൊക്കെ പോയി കർത്താവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ 4-5 കാര്യങ്ങൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയാറുണ്ട്. എന്നെ ഒരിടത്തേക്ക് ഇരുത്തിയാൽ എനിക്ക് നിർബാധം ചലിക്കുന്നതിന് പരിമിതികൾ ഒത്തിരിയുണ്ട്. അവിടെ ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചാൽ എനിക്ക് അവിടെ ഇരിക്കുവാനേ കഴിയുള്ളൂ. നിരാശ എൻ്റെ മനസ്സിനെ പതിച്ച് ഒരു കിടപ്പ് രോഗിയായി വരെ ഞാൻ മാറ്റപ്പെടുവാൻ സാധ്യതയുണ്ട്. എൻ്റെ കൂട്ടുകാർ, കൂടെയുള്ളവർ ഒക്കെ ബഹുവിധ നിലകളിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഒരു ചെറിയ അന്തരീക്ഷം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് ദുഃഖിതരായി നിരാശിതനായി ജീവിക്കുവാൻ, ജീവിതകാലം കഴിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ രണ്ടാമത് എനിക്കൊരു വീൽ ചെയർ തന്നു. ഭവനത്തിനകത്ത് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അതെനിക്ക് പര്യാപ്തമാണ്. ആ വീൽ ചെയർ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് അതിൻ്റെതായ സുഖങ്ങൾ അനുഭവിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. മൂന്നാമത് എനിക്കൊരു 4-wheeler സ്കൂട്ടറുണ്ട്. അതിൽ സഞ്ചരിച്ചാൽ പരസ്യമൊക്കെ ചെറിയ നിലയിൽ ചെയ്യുന്ന ആളാണ്. പരസ്യങ്ങൾക്ക് പോകുവാനും പ്രസംഗിക്കുവാനും അതുപോലെ തന്നെ വിവിധ നിലകളിൽ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, കൂടിവരവുകൾക്കൊക്കെ കടന്നു പോകാനൊക്കെ അതെനിക്ക് സഹായകമാകും, തന്നെ സഹായകമാകും. അത് മതി എന്ന് വിചാരിച്ചാൽ എനിക്ക് അവിടെ ഇരിക്കുവാൻ മാത്രമേ കഴിയൂ. 4ാമത് എനിക്കൊരു 4-wheeler വാഹനമുണ്ട്, കാറുണ്ട്. അതിലൊരാളുടെ സഹായത്തോടു കൂടി ദൂരയിടങ്ങളിലേക്കൊക്കെ പോകുവാനും കർത്താവിനെ ഉയർത്തുവാനും ആവശ്യങ്ങൾ നിറവേറ്റുവാനും കഴിയും. അത് മതി എന്ന് വിചാരിച്ചാൽ എനിക്ക് അവിടെ ഇരിക്കുവാനേ കഴിയുകയുള്ളൂ. ഇതെല്ലാം ഉപരിയായി ആത്യന്തികമായി കർത്താവിനിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, മറ്റുള്ളവർക്ക് ഉത്തേജകമാക്കുവാൻ പര്യാപ്തമായി എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഇന്നും ശാരീരികമായി ദൃശ്യമായി പലവിധ ബുദ്ധിമുട്ടുകൾ എന്നെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിലും ദൈവം നൽകിയ പ്രത്യാശയോടെ അനേകർക്ക് ആശ്വാസമായി, ധൈര്യമായി കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഉടമസ്ഥന്റെ കരങ്ങളിൽ ഉപയുക്തമാകുന്ന വെറും ഒരു ഉപകരണമായി, ഉടമസ്ഥൻ ഉപയോഗിച്ചില്ലെങ്കിൽ വെറും പാത്രമായി മാത്രം ഇരിക്കുവാനേ കഴിയുള്ളൂ. ഉടമസ്ഥന്റെ കരങ്ങളിൽ ഉപയുക്തമാകുന്ന വെറും ഒരു ഉപകരണമായി ഉപയോഗിക്കപ്പെടുവാൻ കർത്താവ് എന്നെ ഇട നൽകുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്നെ കരുതുന്ന കർത്താവ് നിങ്ങളെയും കരുതുവാൻ മതിയായവനാണ്. എന്നോട് ചേർന്നിരിക്കുന്ന കർത്താവ് നിങ്ങളെയും നടത്തുവാൻ സർവശക്തനാണ്. അതുകൊണ്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഉച്ചസ്ഥരം ഞാൻ ഘോഷിക്കുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അങ്ങേ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അവിടുത്തെ ശരണം പ്രാപിച്ച് അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ നമുക്കിടയാവട്ടെ. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അവിടുന്ന് നമ്മെ കരുതുന്നവനാണ്. ബാഹ്യമായ നാം ചിന്താകുലങ്ങളാൽ ഭാരപ്പെടുന്ന കുറച്ച് ചില കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല അവിടുന്ന് കരുതുന്നത്, നമ്മൾക്ക് നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കാത്ത കാര്യങ്ങൾ കൂടി അവിടുന്ന് നമുക്കായി കരുതുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിങ്കൽ സകല ചിന്താകുലവും സമർപ്പിച്ച് നിങ്ങളോട് കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ എൻ്റെ അനുഭവത്തിൽ കൂടി ഒരിക്കൽ കൂടി ഉച്ചസ്ഥരം ഘോഷിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ പരിമിതപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് 2 വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. ചെങ്ങന്നൂര് താമസിക്കുന്ന ചെങ്ങന്നൂർ സ്വദേശിയായ ഒരു സഹോദരി, 32 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സഹോദരി, ക്യാൻസറിന്റെ അതിതീവ്രമായ അവസ്ഥയിലൂടെ കാരിത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. 7 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞും 1 മാസം മാത്രം പ്രായമുള്ള 2 ഇരട്ട കുഞ്ഞുങ്ങളും, അങ്ങനെ 3 കുഞ്ഞുങ്ങളുടെ മാതാവായ 32 വയസ്സുകാരിയായ സഹോദരി, ആ സഹോദരിക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവ് പൂർണ്ണമായ സൗഖ്യം ആ സഹോദരിക്ക് നൽകട്ടെ. കർത്താവിൻ്റെ അടിപ്പിണരുള്ള സൗഖ്യം കർത്താവ് നൽകട്ടെ. നമുക്ക് ഈ ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പിന്നീട് കേൾക്കുവാനിടയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ആ ബിനീത എന്ന സഹോദരിക്ക് വേണ്ടി, 32 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരിക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമല്ലോ.
അപ്പോൾ തന്നെ മലപ്പുറം സ്വദേശിയായ പാസ്റ്റർ കെ ചന്ദ്രൻ ഇരുകാലിന്റെയും വെള്ളകളിൽ മുറിവുകൾ ഉണ്ടായി നടക്കുവാൻ പോലും കഴിയാതെ കിടപ്പിലും ചികിത്സയുമായി വളരെ ഭാരപ്പെടുന്നു. ഡയബറ്റിക് പേഷ്യന്റായി താൻ ആയിരിക്കുകയാണ്. സ്പർശനത്തിൽ ശേഷി കുറവായതിനാൽ മുറിവുണ്ടായത് വളരെ വൈകിയാണ് തനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. നമുക്ക് ആ ദൈവദാസനെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമല്ലോ. ദൈവത്തിന്റെ കരം പ്രിയപ്പെട്ടവരുടെ മേൽ വിടുതലായി ദൈവപ്രവൃത്തിയായി വ്യാപരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ എല്ലാവരും കരങ്ങളെ അടയ്ക്കാം, തലകളെ അടയ്ക്കാം. ഈ പകലിലും നാം അനുഭവത്തിലൂടെ ദൈവജനത്തിലൂടെ കേൾക്കപ്പെട്ടത് നമ്മെ കരുതുന്ന, നമ്മെ അറിയുന്ന, നമ്മോട് ചേർന്നിരിക്കുന്ന ഒരു കർത്താവിന്റെ ഇടപെടലുകളെയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന അതിലൂടെ എല്ലാ പ്രവർത്തനം അനുഗ്രഹമായി തരുവാൻ, എന്റെ മുന്നിൽ പ്രവർത്തനം ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാമല്ലോ. നമ്മെല്ലാവരും കണ്ണുകളെ അടച്ച് നമുക്ക് തലകളെ വണക്കി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ മുഖത്തു ഞാൻ നോക്കിയിടുന്നേ, വേറെ ആരും ഇല്ലെനിക്ക്. നിൻ മുഖത്തു ഞാൻ നോക്കിയിടുന്നേ, വേറെ ആരും ഇല്ലെനിക്ക്. ദേവാ നിന്റെ നിഴലിൻ കീഴിൽ നിത്യം ചേർന്നു വസിച്ചിടും ഞാൻ. അൻപിൻ രൂപിയേശുനാഥാ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാവോ. അൻപിൻ രൂപിയേശുനാഥാ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി അവിടുത്തേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സന്ധ്യയിൽ വേളയിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ദൈവവചന ചിന്തയുമായി കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ലഭ്യമാക്കപ്പെട്ട അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സന്ധ്യയിൽ ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. ഇനി കേൾക്കുവാൻ താല്പര്യത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവേ, ഈ കേൾക്കപ്പെടുന്ന ദൈവവചനം എല്ലാവരുടെയും കേൾവിക്കാരുടെ ജീവിതത്തിന് ആശ്വാസത്തിന്, ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന്, കർത്താവിനോടൊപ്പം നടക്കുന്നതിന് കാരണമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നതിനാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിനീത എന്ന സഹോദരിക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കാരിത്താസ് ഹോസ്പിറ്റലിൽ ക്യാൻസറിന്റെ പ്രയാസത്താൽ പനപ്പെട്ടായിരിക്കുന്നല്ലോ, പൂർണ്ണമായൊരു സൗഖ്യം ലഭ്യമാക്കുവാൻ ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടത്തേക്ക് കഴിയാത്തൊരു കാര്യമില്ലല്ലോ. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യമാകയാൽ സ്തോത്രം ചെയ്യുന്നേ. കർത്താവേ, സഹോദരിക്ക് പൂർണ്ണമായ വിടുതൽ ലഭ്യമാക്കപ്പെടുവാൻ അവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൈതങ്ങളെ ഓർക്കണമേ കർത്താവേ, കുടുംബത്തെ ധൈര്യപ്പെടുത്തണമേ. വലിയ സൗഖ്യം അടുത്ത നിമിഷങ്ങളിൽ നൽകപ്പെടുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കെ ചന്ദ്രൻ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇരുകാലുകളുടെ വെള്ളയിലും മുറിവുകൾ ഉണ്ടായി താൻ ഡയബറ്റിസ് പേഷ്യന്റായി ഭാരപ്പെടുന്ന അവസ്ഥകളെ ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നല്ലോ. കർത്താവേ, പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത, ആശ്രയിക്കുന്നവനെ അറിയുന്ന, പറ്റിയിരിക്കുന്നവനെ വിടുവിക്കുന്ന, നിലവിളിക്കുന്നവന്റെ അരികിൽ നിലയുറപ്പിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഈ രണ്ട് വിഷയങ്ങളും ഞങ്ങൾ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. വിനീതാന്റെ സഹോദരിക്കും കെ ചന്ദ്രൻ പാസ്റ്റർക്കും പൂർണ്ണമായ സൗഖ്യം ലഭ്യമാകുവാൻ അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നേ. കർത്താവേ, പ്രാർത്ഥന അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. മുന്നിൽ പ്രവർത്തി ദൈവദാസന്മാർക്കായി പ്രവർത്തനം അനുഗ്രഹമാക്കണമേ. നിങ്ങൾക്ക് ആശ്വാസം വർദ്ധിപ്പാൻ കർത്താവ് സഹായിക്കണമേ. നിങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നേ. കർത്താവേ, ഈ പകലിൽ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതോട് സ്തോത്രം. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. അതേ പ്രിയരെ, അവിടുന്ന് നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും, അത് ബാഹ്യമായാലും ആന്തരികമായാലും നാളെക്കുറിച്ചുള്ള ഏതാകുലങ്ങളായാലും
അങ്ങയുടെ മേൽ സമർപ്പിച്ചുകൊണ്ട് ഭാരമൊഴിഞ്ഞവരായി സർവ്വതന്ത്ര സ്വതന്ത്രരായി മാറുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ അവിസ്മരണീയ നിമിഷം ഒരുക്കിക്കെത്തുന്ന പ്രിയ ബെൻസൺ പാസ്റ്ററോട്, പ്രിയപ്പെട്ടവരോട് ഹൃദയംഗമായി നന്ദി പ്രകാശിപ്പിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ആ വരവിനായി ഒരുങ്ങാം. ദൈവം നമ്മെ ആഴമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.